അല്ലേ ഇത് കേട്ടാ? അല്ലെ ഇത് ഡിന്നറിന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല പ്രോട്ടീൻ റിച്ചും ആണ് അല്ലേ? ആ ചിക്കനൊക്കെ ഞാൻ അടുത്ത് വന്നിട്ട് ഞാൻ കാണിക്കണമെന്നുണ്ട്. കാണിക്കാൻ പറ്റുമോ? എന്താ ഇനി എന്തോരം സ്റ്റോക്കായിരിക്കണത്. എനിക്കറിയില്ല കിട്ടുന്നത്. ഇതെന്താ വെച്ചാൽ മീറ്റിന്റെയും ചിക്കന്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് പിടിക്കും. മനസ്സിലായി. ഞാൻ അടുത്ത് വന്നിട്ട് ഞാൻ കാണിക്കണമെന്നുണ്ട്. കാണിക്കാൻ പറ്റുമോ? കാണിച്ചോ. അപ്പൊ നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണേണ്. അതിന്റെ സൂപ്പാണ് കേട്ടാ. ഓ എന്ത് ടേസ്റ്റ് ആണെന്നറിയോ? കടയിൽന്ന് വാങ്ങണ പോലെ തന്നെ കറക്റ്റ്. ഓ എന്ത് ടേസ്റ്റാ! കടയിൽന്ന് മേടിക്കണ പോലെ തന്നെ. ഇത് ആരും വിശ്വസിക്കൂല കേട്ടോ ഇവിടെ ഉണ്ടാക്കിയതാണ്. നമുക്കിനി അതിന്റെ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. പീസ് എന്ന് പറയാനായിട്ട് ഈ നെയ്യൊക്കെ ഉള്ളൂ. കൊതിയാവണുണ്ടാ? എങ്ങനെയുണ്ട്? കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്ന സത്യം. എനിക്കെന്താടി കഴിച്ചോക്കെ അവിടെ ഭയങ്കര സൂപ്പർ. എന്നെ കിട്ടണ്ടെന്ന് നോക്കിയേ. മൈക്കോണാണ് അവന്റെ. എന്നെ കിട്ടണ്ടെന്ന് നോക്ക. തന്നെ സൂപ്പറായിട്ട് കിട്ടും. ചൂട് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പിടിച്ചു കുടിച്ചതാ. ഞാൻ പിടിച്ചു തരാം. ഇതെന്ത് ചെയ്യാങ്ങില എന്ത് ഇത് കാണിച്ചു കൊടുത്താ ശരിക്കും ആൾക്കാരെ ഇതിന്റെ ഭംഗിയൊക്കെ. ഇത് കഴിച്ചോണ്ടിരിക്കാതെ എന്താ കാര്യം എന്ന് പറ. ഇന്ന് വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ സൂപ്പ് ഉണ്ടാക്കാൻ തോന്നി. അങ്ങനെ നമ്മളിതാ പെട്ടെന്ന് ഈ സൂപ്പ് സത്യം പറയണ 10 മിനിറ്റ് മതി. പക്ഷെ ഭയങ്കര കടയെ പോലും ചിലപ്പോ ഇത്രയും ടേസ്റ്റില് കിട്ടില്ല. ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ബിസിനസ് തുടങ്ങിയാല് പുതിയ വൈറൽ സൂപ്പ് കപ്പിൾസ്. വയറ് നിറയും, സത്യം വയറ് നിറയും. അതുപോലെ നല്ല ഹെൽത്തി അല്ലേ ഇത്. പിന്നെ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പറ്റില്ല, ലഞ്ചിനും പറ്റും, ഡിന്നറിനും. കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ തലയും കുത്തി വീഴും. അപ്പൊ ഞാന് ആ ഉണ്ടാക്കി വെച്ചേക്കണ സൂപ്പ് നമ്മള് എത്ര സൂപ്പ് ഉണ്ട്, എത്ര പേർക്ക് കഴിക്കുക. അതാണ് 50 രൂപയില് ചിക്കനിലായുള്ളൂ. മേടിച്ച സാധനങ്ങൾക്കെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതുണ്ട് അതിന്റെ ഭംഗി ഒന്ന് കാണിച്ചു കൊടുക്കത് കേട്ടാ. നോക്കിയേ, കാണണ്ടാ? ഈ ബുദ്ധി എന്തേ നമുക്ക് നേരത്തെ തോന്നാൻ. സത്യം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കും. സൂപ്പ് കണ്ടിട്ടുണ്ട്, ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ യൂട്യൂബില്. പക്ഷെ നമ്മളിത് സത്യമായിട്ട് യൂട്യൂബില് നോക്കി ഉണ്ടാക്കിയതല്ല അല്ലേ. എന്താ പറയാൻ പറ്റണില്ല എനിക്കിതാ ഞാൻ കഴിച്ചിട്ടില്ല. പിടിക്കുന്നത് കഴിച്ചിട്ട് വന്നാ പോരാ. തനിക്ക് ചൂടല്ലേ? ചൂട് പറ്റുമോ? പാത്രത്തിനാണ് സൂപ്പിന് ചൂടൊന്നുമില്ല. സൂപ്പൊക്കെ ശരിക്കും ചൂടോടുകൂടി കഴിക്കണ്ടേ? നല്ല എനിക്കിത് ഈ മറ്റേ ചെയ്തിടമല്ല അരച്ച് ചേർത്ത സൂപ്പ്, എനിക്ക് അതിനേക്കാളും നല്ലത് എനിക്ക് ഇങ്ങനത്തെ ക്ലിയർ സൂപ്പാ ഇഷ്ടം. പുളി സാധനമല്ലേ? കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇത് ശരിക്കും നമുക്ക് ഡിന്നറൊക്കെ ആയിട്ട് ചോറും കറിയൊക്കെ വെക്കണേക്കാളും എളുപ്പമല്ലേ ഇത് കേട്ടാ? അല്ലെ ഇത് ഡിന്നറിന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല പ്രോട്ടീൻ റിച്ചും ആണ് അല്ലേ? ആ ചിക്കനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതെന്താണ് താനും ഒന്നും മിണ്ടണില്ലല്ലോ? എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണായിരുന്നല്ല. ഇത് നീ മിണ്ടണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ടേസ്റ്റ് കൊണ്ടൊന്നും പറയാൻ പറ്റണില്ലല്ലേ? ഹാപ്പി ആയാ? ഞാൻ എന്തുണ്ടാക്കിയായിരുന്നു? ഈശ്വര, ചിക്കൻ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാലേ പിന്നെ മസാലയൊന്നും ഇട്ട് കഴിക്കാൻ തോന്നൂലല്ലേ? എന്താ ഒരു ടേസ്റ്റ്.
ശരിക്കും ചിക്കനിൽ ഓവർ ഇതൊക്കെ വരുന്നേക്കാളും നല്ലത് ഇങ്ങനെയാണ് നോക്കിയേ. സൂപ്പർ സാധനം ഉണ്ട്. കണ്ട ചെയ്തോട്ടാ നിർത്തണില്ല. വെള്ളം കുടിക്കാമോ? ഇപ്പൊ ഒരു സെക്കൻഡ്, ഈ ക്യാമറക്ക് എന്തോ ഒരു വെള്ളം കുടിക്കാമോ? ചൂടൊക്കെ മാറിയാ നോക്കട്ടെ വെള്ളം. കണ്ട ഇനി എന്തോരം സ്റ്റോക്കായിരിക്കണത്. ചെയ്തിട്ട് ഇങ്ങനത്തെ ശരിക്കും ഒരു കപ്പിൾസ് നടത്തി കഴിഞ്ഞുണ്ടല്ലോ അവിടെ ഇടിയായിരിക്കും. വലിയ ചെലവൊന്നുമില്ല. ചെയ്യാണെങ്കിൽ എത്ര രൂപ കൊടുക്കാം? ഒരു ബൗൾ എത്ര രൂപയ്ക്ക് എനിക്കറിയില്ല ചേട്ടാ. നീ ഒന്ന് കുടിച്ചു നോക്കിയ. 100 രൂപ. നീ ഒന്ന് കുടിച്ചു നോക്കിയ. അടിപൊളി സാധനം. ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് ആയോ? വരട്ടെ. കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങി ചരിച്ചു പിടിച്ചോ. കുറച്ചും കൂടി പൊക്കി പിടിച്ചോ. യെസ്. ഇത് നോക്കിയേ, ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ച്. എവിടെയും നോക്കിയിട്ടൊന്നുമില്ല റെഫറൻസ് ഒന്നും. അപ്പൊ ഇത് എല്ലാണ് കേട്ടാ, ചിക്കന്റെ എല്ല് അല്ലേ ചെയ്തിട്ടെന്താ, ചിക്കൻ ബോൺ. 50 രൂപയാണ് ഇതിന് വരുന്നത്. കണ്ടില്ലേ, ഫുള്ള് ഇങ്ങനെ ഫാറ്റും പിന്നെ ബോൺസ് ഒക്കെയാണ്. ചെറിയ കുറച്ച് സൂപ്പ് ഉണ്ടാക്കാം, പിന്നെ സ്റ്റൂവൊക്കെ ഉണ്ടാക്കാം. അപ്പൊ നമ്മള് ഇത് ഉണ്ടാക്കണതെന്ന് പറഞ്ഞാൽ ന്യൂഡിൽസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. കുറച്ചെടുത്താ പോരെ. ഇതിന് എത്ര രൂപയാ? 115. നല്ലതാണ് ഇങ്ങനത്തെ ന്യൂഡിൽസ് വാങ്ങിയാൽ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കണത്. കുക്കറിൽ നമ്മൾ എടിപിടിന്നാണ് ഉണ്ടാക്കുന്നത്. ആർക്ക് വേണമെങ്കിലും കഴിക്കാം പറ്റിയ സൂപ്പ്. ഇതിലിപ്പോ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. എന്തായാലും സൂപ്പ് എന്ന് പറയുമ്പോ എന്തായാലും സ്പ്രിംഗ് ഓണിയൻ ഇല്ലാതെ പറ്റൂല. ഇത് വേണോ മല്ലിയില? മല്ലിയില അല്ല, സെലറിയാണ്. ഞാൻ പെട്ടെന്ന് മല്ലിയിലെന്ന് വിചാരിച്ചു. ബീൻസ്. എന്ത് പരിപാടി അവതരിപ്പിച്ചാലും എനിക്ക് ഇതാണല്ലോ ഈശ്വര. ഇനി ഇതുപോലെയാണ് കേട്ടോ, നമ്മള് ക്യൂബ് പോലെയാണ് ക്യാരറ്റ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചത്. ഇപ്പൊ നമ്മള് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യണത്. കോക്കനട്ട് ഓയിൽ നമ്മൾ ആഡ് ചെയ്യണില്ല കേട്ടോ. വെളുത്തുള്ളി ഒരു പിടിയോളം നമ്മള് വെളുത്തുള്ളി. ഇനി ഞാൻ സവാള ഇടാൻ പോണേ. എങ്ങനെയുണ്ട്? ഇപ്പൊ മണം വരുന്നുണ്ട്. കൊടുക്കണമല്ലോ. സ്പ്രിംഗ് ഓണിയൻ ഇടാതെ ഒരു സൂപ്പോ ഫ്രൈഡ് റൈസോ ഉണ്ടാക്കിയ ഒരു രസം ഉണ്ടാവില്ല. ചിക്കൻ ഇടാൻ പോണേ. അപ്പൊ നമ്മുടെ നല്ല അടിപൊളി ചിക്കൻ ഇടാൻ പോണത് പോയി. ഞാൻ ചെയ്തോട് ചോദിക്കുകയും ചെയ്തു. ചെയ്തോട്ടാ ഇത് അവിടെ നിന്ന് തന്നെയാണ്. ഇത് എനിക്കറിയില്ല അതിനൊക്കെ കിട്ടുന്നുള്ളത്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് മതിയില്ലേ? ഇപ്പൊ ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടച്ചു വെച്ച് ഒരു 3 വിസിലോളം മതിയാവും അല്ലേ? ഇനിയിപ്പൊ ന്യൂഡിൽസ് ഇടണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, അല്ലാതെ നമുക്ക് സൂപ്പ് കുടിക്കാം. ഞാൻ ഇതാ ഇതിലോട്ട് ഇട്ട് വെക്കട്ടെ. ക്യാമറ ഓൺ, റെക്കോർഡിംഗ് അല്ലേ? നമുക്ക് ഇതിലോട്ട് ഒഴിക്കണോ? അപ്പൊ കാണുകയും ചെയ്യാലോ. ഒഴിക്കാം. ഇതെടുക്കാനാ വന്നത്. സത്യത്തിൽ ഇങ്ങനെ കുടിക്കാനാണ് ഏറ്റവും നല്ലത്, സോയൊന്നും ഇല്ലാതെ. അങ്ങനെ മതിയാ. തന്നെ ചൂടാണ് കേട്ടാ.
അരെ ഉപ്പുണ്ടോ നോക്കട്ടെ ചിക്കനില്. എന്റെ പൊന്നോ, അടിപൊളിയാ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓഫ് ചെയ്യാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ആഡ് ചെയ്യാം. അപ്പോഴാണ് ആ കറക്റ്റ് അതിന്റെ ഒരു ഇതൊക്കെ വരുള്ളൂ. ഇതാരുടെങ്കിലും കയ്യിൽ തന്നണ്ടല്ലോ. ഇത്രയും സിമ്പിൾ ആയിരുന്നല്ലോ ഇത് ഉണ്ടാക്കാൻ. സത്യോട്ടാ. പിന്നെ ഇങ്ങനത്തെ സാധനം എന്തേ ചെയ്തിട്ട് നേരത്തെ മേടിച്ചിട്ട് വരാഞ്ഞത്? ഏത് ചിക്കന്റെ പീസാ? നോക്കട്ടടി, ഇടിയാവും. അവിടെ വെക്കാരുന്ന ആ സ്റ്റാൻഡില് ഫോൺ. ഏതാ ഞാനേ ഒരു ഇങ്ങനെ കഴിക്കാൻ തീരാറായി. വെയിൽ കാരണം കിട്ടൂല. എടി അതിങ്ങനെ ചിക്കന്റെ എല്ലൊക്കെ കടിച്ച് തിന്നാൻ പറ്റുന്നുണ്ട് ഇല്ലേ? ഞാൻ തിന്ന്. അടിപൊളിയിൽ ഈ സൂപ്പ് കഴിച്ചാൽ നിങ്ങളല്ലാതെയായി മാറും. സത്യാണ്. കടയിൽ നിന്ന് കാണാൻ ഗുണം മേടിക്കണം. ഇപ്പൊ ലച്ചുവിനൊക്കെ അന്ന് തൊണ്ടവേന വന്നപ്പോ നമ്മള് കടയിൽ പോയി മേടിച്ചില്ലേ? അതിനേക്കാളും നല്ലത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണതാണ് അവൾക്ക്, ഇല്ലേ? അല്ലേ ചേട്ടാ? പനിയൊക്കെ വരുമ്പോഴൊക്കെ വേണമെങ്കിൽ ഈ നൂഡിൽസ് ഇഷ്ടമല്ലാത്ത ആൾക്കാര് അതും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലേ? വേണ്ട, കഴിച്ചോ. വേണ്ട വയറ് നിറഞ്ഞ്. ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് വീഡിയോ ഓഫ് ചെയ്ത് കടിച്ച് പറിച്ച് കഴിക്കാനുള്ളത്. അതാ ഞാൻ പറഞ്ഞത് ചെയ്തിട്ട് ഇതിന്റെ എല്ലൊന്നും കളയല്ലേന്ന് ഞാൻ പറഞ്ഞില്ലേ? പോടാ. എന്താണ് ഇനി ഉള്ളത്? ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും നല്ല സൂപ്പ് അച്ഛൻ ആരുണ്ടാക്കി കൊടുക്കും? അച്ഛൻ കഴിക്കുന്ന ആണോ? ഇതെന്താ വെച്ചാ മീറ്റിന്റെയും ചിക്കന്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് പിടിക്കും. മനസ്സിലായി? നീ ഇത് ബീഫ് വെച്ചുണ്ടാക്കണമെന്ന് ആലോചിച്ചു. ബീഫിന്റെ സൂപ്പ് ഉണ്ടോ? ബീഫിന്റെ സൂപ്പ് നമ്മൾ ഉണ്ടാക്കാനുണ്ടാവും. ലച്ചു വന്നു കഴിഞ്ഞാൽ ഇത് കഴിച്ചാൽ വയറ് നിറയൂ. ലച്ചുവിന് ഈ സ്കിന്നും ആ നെയ് പീസ് അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ചെയ്താണ് ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട്, സൂപ്പും ചിക്കനും ഒക്കെ ഇഷ്ടമുള്ളവർ മസ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കണം. അത്രയും ഞാൻ പറയാണ്. കിഡിലോസ്കിയാണ്. നിങ്ങക്ക് ഡിന്നറിനൊക്കെ 50 രൂപയുള്ളൂ. എന്തായാലും എന്താ ഇത് ഇത്ര അടിപൊളിയാവാൻ കാര്യം ഇതിന് പണിയില്ല. അല്ലെങ്കിൽ എല്ലാ വീഡിയോ ഞാൻ ടയേർഡ് ആവൂലേ? ഒരു കുഴപ്പവും വളരെ സിമ്പിൾ. കുറച്ച് സാധനം കുക്കർ ഇടുക, തിളപ്പിക്കുക. ചെയ്തിട്ട് പനി തൊണ്ടവേനയൊക്കെ വരുമ്പോ മേടിക്കണ്ട ഇനി കടയിൽ നിന്ന്. ഇങ്ങനെയൊക്കെ ചെയ്തുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാണ്ടല്ലേ. അവിടെ ലച്ചുവിന് തൊണ്ടവേന വരുമ്പോ മിക്കപ്പോഴും സൂപ്പ് വാങ്ങും. അവളുടെ തൊണ്ടയ്ക്കൊക്കെ ഒരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ എന്താ പറയാ, അടിപൊളിയാണ്. വേറെ നമ്മളൊന്നും സോയാ സോസ് ഒക്കെ വളരെ എത്ര ഇട്ട്, ഒരു ടീസ്പൂൺ ഇട്ടാ അത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ പച്ചക്കറികളൊക്കെ കിടക്കുന്നുണ്ട്. എല്ലാം ഇടാ. അത് കഴിക്ക. ക്യാരറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ക്യാരറ്റൊക്കെ കഴിക്കുമ്പോഴേ ചിക്കന്റെ ഫ്ലേവറാണ് കൊടുകൈ. അപ്പൊ വീഡിയോ നിർത്തിയാലോ? എനിക്ക് സൂപ്പ് കുടിച്ചതിന്റെ കാശ് തന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ ഉണ്ടാക്കി നോക്കിക്കോട്ടെ നിങ്ങൾ. വളരെ സിമ്പിൾ ആണ്. ബൈ. വളരെ സിമ്പിൾ. വീണ്ടും വീണ്ടും പറയണം, അത്രയും ടേസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ആരെങ്കിലും തുടങ്ങിയത് അല്ലേ, ആരെങ്കിലും ഇത് ബൺമസ്ക പോലെ ഇതും ഒന്ന് വൈറലാക്കി തുടങ്ങ്. ഞാൻ തുടങ്ങിയാലോ? എനിക്കല്ലേ ഇതിന്റെ ഇതൊക്കെ അറിയുള്ളൂ. അപ്പൊ ഞങ്ങള് വേഗം പോട്ടെ, ലച്ചുവിനെ വിളിക്കാൻ സമയമായിട്ടുണ്ട്. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും നിങ്ങളൊരു കമന്റ് ഇതിനെ പറ്റി ഇടണം. ബൈ. ഒരു ഇമോജി ആയാലും മതി. അതെ ബൈ. ചെയ്തിട്ടാ ഇനി വേണോ? കുറച്ചും കൂടി കഴിക്കാം. എന്നാ വാ, എനിക്ക് തിന്നാ മതി, അച്ഛന് കൊടുക്കാം.